കഴിഞ്ഞ ദിവസമാണ് സ്വന്തം അമ്മയുടെ കൈകൾ കൊണ്ട് ഒരു കുഞ്ഞ് ആലുവയിൽ കൊല്ലപ്പെട്ടത്. ആ കുഞ്ഞ് മരിച്ചത് തന്നെ നമ്മളുടെ മനസ്സിലൊക്കെ ഭയങ്കര സങ്കടവും വിഷമവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. അതിനപ്പുറത്തേക്കാണ് ഇന്നലെ കൂടുതൽ വെളിപ്പെടുത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഏറ്റവും ഫസ്റ്റ് ആ വെളിപ്പെടുത്തൽ വന്നത്. ആ കുഞ്ഞ് മരണത്തിന് മുൻപ് കൊല ചെയ്യപ്പെടുന്നതിന് മുൻപ് വരെ അതിക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഫസ്റ്റായി അത്തരത്തിലുള്ളൊരു കണ്ടെത്തൽ വരുന്നത്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഇളയ സഹോദരനെ പോലീസ് പിടികൂടുന്നു. അയാൾ കുറ്റം സമ്മതിക്കുന്നു. ആ കുഞ്ഞ് 2 വയസ്സുള്ളപ്പോൾ മുതൽ അയാൾ അതിക്രൂരമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ആ കുഞ്ഞിനെ ഇരയാക്കിയിരുന്നു എന്ന് ഒരു മനുഷ്യനും ഒരു തരത്തിലും ഒരു കുഞ്ഞിനോടും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആ കുഞ്ഞിനോട് അദ്ദേഹം പ്രതി ചെയ്തിരുന്നു എന്ന ഏറ്റവും മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കുറ്റസമ്മത മൊഴിയാണ് ആ പ്രതിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരനാണ്. ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കാണേണ്ട ഒരാളാണ് ആ കുഞ്ഞിനോട് അത്രയും ക്രൂരത ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. ഒരു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ 4 വയസ്സോ 3 വയസ്സോ ഉള്ള ഒരു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ വാത്സല്യവും സ്നേഹവും തോന്നുന്നതിനപ്പുറത്തേക്ക് മറ്റു വികാരങ്ങൾ തോന്നുന്നതിനെ വേറെ പല പേരും ഇട്ടാണ് വിളിക്കേണ്ടത്. നമുക്ക് അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു വാക്കുകൊണ്ട് പോലോ ഒരു നോട്ടം കൊണ്ട് പോലോ അയാളെ ന്യായീകരിക്കാനേ പറ്റില്ല. കാരണം അത്രയും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളോട്, നമ്മുടെ കുട്ടികളോട് എത്രത്തോളം സുരക്ഷയിലാണോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതി പോരുന്നത്. ഒരു അമ്മ പക്ഷി ആ പക്ഷിയുടെ ചിറകിനടിയിൽ കുഞ്ഞു പക്ഷികളെ പൊതിഞ്ഞ് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു പോകുന്ന ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നരാധമന്മാരുടെ ഓരോ ഇടപെടൽ പ്രവൃത്തികളൊക്കെ നമ്മളെ പേടിപ്പിക്കുന്നത്. ശരിക്കും ഭയാനകമായ ഒരവസ്ഥ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അർച്ചന സുരേഷ് കൂടെ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അർച്ചന, 2 കേസുകളാണ് നിലവിലുള്ളത്. ഒന്ന് പീഡന കേസ്, ആ കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന കേസ്. ആ കേസിൽ ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ചെറിയച്ഛൻ പോലീസ് പിടിയിലായിട്ടുണ്ട്. പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2ാമത്തെ കേസ് കുഞ്ഞിൻ്റെ കൊലപാതക കേസാണ്. അതിൽ പ്രതിയായിട്ടുള്ളത് ആ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. ഇന്ന് ഈ അമ്മയുടെ കൂടുതൽ നിർണായകമായ മൊഴികൾ പുറത്തു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ആ സ്ത്രീ പറയുന്നത്? വിനിഷ, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം കടക്കുന്നത്. അതിൽ പ്രധാനമായും 2 പേരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അതിൽ അമ്മയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘം. ഇതിലാണ് ഇപ്പോൾ അമ്മയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ മകൾ പീഡനത്തിന് ഇരയായതായി തനിക്ക് അറിയില്ല, എന്നാൽ ഭർത്തൃ വീട്ടുകാരുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ മകളോട് ഭർത്തൃ വീട്ടുകാർ കൂടുതൽ അടുപ്പം കാണിക്കുന്നതൊക്കെ തന്നെ അസ്വസ്ഥപ്പെടുത്തി. ഇതുകൂടാതെ തൻ്റെ ഭർത്താവ് മറ്റൊരു വിവാഹത്തിനായി ഒരുങ്ങുന്നതായി വിവരം കിട്ടി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഇത് നയിച്ചതെന്നാണ് അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ ഭർത്തൃ വീട്ടുകാരുമായി ഉണ്ടായ തർക്കം, അതിനാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്തായാലും ഇവരും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിരുന്നു, അതായത് അവരും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിരുന്നു എന്ന കാര്യങ്ങളും മൊഴിയായി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. മാത്രമല്ല ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ, കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്നുണ്ടാകും. വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം തെളിവെടുപ്പുമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുക. ഇതുകൂടാതെ തന്നെ 4 വയസ്സുകാരിയുടെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ശേഷം വിശദമായി ചോദ്യം ചെയ്യും. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. 1.5 വർഷത്തോളം ഈ കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 2 വയസ്സ് മുതലാണ് ഈ കുഞ്ഞിത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരുന്നത്. ഇയാളുമായി വളരെ അടുപ്പം കുഞ്ഞിനുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ചൂഷണം ചെയ്താണ് ഇത്തരത്തിൽ കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ചതെന്നാണ് അതിൽ ഏറ്റവും വേദനാജനകമായ കാര്യം. എന്തായാലും കുഞ്ഞിൻ്റെ ഭാഗങ്ങളിൽ അവയവങ്ങളിലടക്കം മുറിവ് ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഏറ്റവും നിർണായകമായത് ഇതിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പീഡനത്തിന് കുഞ്ഞിരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നിർണായകമായ പോലീസിൻ്റെ ഇടപെടലും ഉണ്ടായത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം തെളിവെടുപ്പും വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായി ഇന്ന് ചെങ്ങമനാട് സ്റ്റേഷനിലാണ് കുട്ടിയുടെ അമ്മ ഉള്ളത്. ഈ അമ്മയെ ഇന്ന് സ്ഥലത്തെത്തിച്ച്, അതായത് അന്ന് പുഴയിലെറിഞ്ഞ
പാലത്തിൻ്റെ അടുത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ഇതുകൂടാതെ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കം നടപടികൾ ഉണ്ടാകും. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും അത്തരം നടപടിയിലേക്ക് പോവുക. എന്തായാലും ഏറ്റവും പ്രധാനമായും അമ്മയുടെ മൊഴി ഇന്നലെയും കഴിഞ്ഞ ദിവസവും അത് പുറത്തു വന്നതാണ്. എന്നാൽ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പോലീസ് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും തനിക്ക് ഇത്തരത്തിൽ കുഞ്ഞ് പീഡനത്തിന് ഇരയായതായോ അല്ലെങ്കിൽ ഇയാൾ കുഞ്ഞിനുമായി അടുപ്പമുള്ളതായോ അറിയില്ല. ഇത്തരത്തിൽ ഭർത്ത് വീട്ടുകാരുമായി കുഞ്ഞിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ തൻ്റെ മൂത്ത കുഞ്ഞിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായിരുന്നു, എന്നാൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ അമ്മ മൊഴിയായി നൽകിയതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളും ഒപ്പം കൂടുതൽ ചോദ്യം ചെയ്യലും ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനമായും അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഇതിൽ ഇനി എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ ആസൂത്രിതമായ ശ്രമമാണോ ഇത്തരത്തിൽ കൊലപാതകം ഉണ്ടായത്, മറ്റാർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പ്രധാനമായും അന്വേഷിക്കുക. അതിന് തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം വീണ്ടും ചോദ്യം ചെയ്യും. ഇതുകൂടാതെ തന്നെ ഇരു പ്രതികളെയും, അതായത് ഈ ബന്ധുവിനെയും ഒപ്പം പോക്സോ കേസിലെ ബന്ധുവിനെയും ഒപ്പം അമ്മയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി ഉണ്ടാകും. വിനിഷ. ശരി, അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.